എന്റെ കർത്താവേ, എന്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. എന്റെ കർത്താവേ, എന്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. എന്റെ കർത്താവേ, എന്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന നമ്മളെയൊക്കെ ദൈവ മക്കളാക്കാൻ വേണ്ടി സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച രക്ഷകനായ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ജ്ഞാനികൾ ഉണ്ണിയേശുവിനെ സന്ദർശിക്കാനായിട്ട് വരുന്ന ഭാഗം 11-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈശോയെ നമുക്ക് കുമ്പിട്ട് ആരാധിച്ച് വണങ്ങാം. നമുക്കുള്ളതെല്ലാം ഈശോയുടെ കാൽക്കൽ നമുക്ക് അർപ്പിക്കാം. ലോകം മുഴുവന് ഈ ക്രിസ്മസിന് വേണ്ടി, ഈശോയുടെ തിരുപ്പിറവയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ വേളയിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഉണ്ണീശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ഈശോയ്ക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ കടലിനെ ശാന്തമാക്കുന്ന ആ ഒരു ഭാഗം. മറുകരയിലേക്ക് ഈശോയുമൊത്ത് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ കാറ്റും കോളും ഉണ്ടായപ്പോൾ അവർ പേടിച്ചരണ്ട് നിലവിളിച്ചുകൊണ്ട് ഈശോയെ വിളിച്ചുണർത്തുന്നു. ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? ഈശോ എഴുന്നേറ്റ് കടലിനെയും കാറ്റിനെയും ശാന്തമാക്കുന്നു. ഈശോയുടെ കൂടെ നടന്ന് അത്ഭുതങ്ങൾ കൺമുമ്പിൽ കണ്ട് ദൈവത്തിൻ്റെ ശക്തിയും അധികാരവുമൊക്കെ കണ്ട് അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാർ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അത് മറന്നുപോയി. കൂടെയുള്ള ഈശോയുടെ ശക്തി അവർ ഒരു നിമിഷം തിരിച്ചറിയാനായിട്ട് വൈകിപ്പോയി. നമ്മളും സ്വർഗമാകുന്ന ഭവനം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ ജീവിത തോണിയിലും ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നാമും പിടിയുറപ്പിക്കേണ്ടത് ക്രിസ്തുവിലാണ്. നമ്മുടെ കൂടെയുള്ള ഈശോയിലേക്ക് നോക്കാതെ നമ്മുടെ ചുറ്റുപാടുകളിലേക്കും മറ്റുള്ളവരിലേക്കും നമ്മിലേക്ക് തന്നെയും ദൃഷ്ടിയുറപ്പിച്ചാൽ ഭയം നമ്മെ കീഴടക്കും. സാഹചര്യങ്ങളെ അവഗണിച്ചും ദൈവത്തിൽ കണ്ണുറപ്പിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഈ ഉറച്ച ബോധ്യത്തോടെ നമുക്ക് ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കാം. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ
എല്ലാവരും മുക്കുവരായിരുന്നു. അവർക്ക് നന്നായിട്ട് നീന്തലറിയാം. അവർ കടലിൻ്റെ മക്കളാണ്. എന്നാൽ കൊടുങ്കാറ്റും കോളും ഉണ്ടായപ്പോൾ അവർ ഒത്തിരി ഭയപ്പെട്ടു പോയി. ഭയപ്പെട്ട് കഴിഞ്ഞാൽ അറിവുള്ളതുപോലും നമ്മൾ മറന്നുപോകും. തോണിയിലുള്ള ക്രിസ്തുവിനെക്കുറിച്ചും ഈശോയുടെ ശക്തിയെക്കുറിച്ചും അവർ മറന്നുപോയി. നമുക്ക് തിരിച്ചറിയാം നാം ആരുടേതാണെന്ന് നാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ബോധ്യപ്പെട്ടില്ലെങ്കിൽ നമ്മെ രക്ഷിക്കാൻ ആർക്കുമാകില്ല. നമുക്ക് തിരിച്ചറിയാം നാം എല്ലാത്തിനുമുപരിയായി യേശുവിൻ്റേത് മാത്രമാണ്. യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈ ഉറച്ച ബോധ്യത്തോടെ നമുക്ക് അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കാം. ഈ ലോകം നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടാകും. നമ്മെ സഹായിക്കാൻ ആരുമില്ല. നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ, ഏകാന്തതയുടെ തടവറകൾ. നാം തളരരുത്. കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ നമ്മുടെ ജീവിത വഞ്ചിയിലുണ്ട്. സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ അവിടുത്തെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. അവിടുത്തെ നോക്കിയവരൊക്കെ പ്രകാശിതരായി. അവിടുത്തെ ആശ്രയിച്ച ആർക്കും ഇന്നോളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയ. സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എൻ്റെ കണ്ണുനീരിൽ അനുഗ്രഹമാരി പൊഴിക്കുന്ന പൊന്നീശോയെ, എല്ലാ വേദനകളും സഹനങ്ങളും അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓ ദൈവമേ, ആരോട് പറഞ്ഞാലും ആശ്വാസം കിട്ടാത്ത വേദനകൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, വർഷങ്ങളായി അലട്ടുന്ന രോഗപീഠകൾ, പ്രതീക്ഷ അസ്തമിച്ച എൻ്റെ അവസ്ഥയിലേക്ക് അങ്ങ് കടന്നു വരണമേ. നിനക്ക് മാത്രം സുഖപ്പെടുത്താൻ പറ്റുന്ന എൻ്റെ ഈ അവസ്ഥയിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങളുടെയൊക്കെ ശാരീരിക അസ്വസ്ഥതകളെ സമർപ്പിക്കുന്നു. സമാധാനമില്ലാത്ത അവസ്ഥകൾ ഈശോയെ ഏറ്റെടുക്കണമേ. സാമ്പത്തിക മേഖലയിലെ വലിയ പ്രതിസന്ധികൾ, കടഭാരങ്ങൾ, വർഷങ്ങളായി സ്വന്തമായി ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് നടക്കാത്ത അവസ്ഥകൾ, കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ആകുലതകൾ എല്ലാം ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ വേദനകൾ, തകർച്ചകൾ ഈശോയെ അങ്ങയുടെ കുരിശിനോട് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് ചേർന്ന് സർവശക്തനായ ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല. കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. എൻ്റെ ജീവനും എൻ്റെ സ്നേഹവുമായ പൊന്നീശോയെ, നീ തന്ന രക്തവും നീ തന്ന മാംസവും എത്ര ശ്രേഷ്ഠമാണ്. അങ്ങയുടെ കുരിശിലെ ത്യാഗങ്ങൾ, അങ്ങ് ഏറ്റ നിന്ദ, അപമാനങ്ങൾ, കഷ്ടങ്ങൾ എല്ലാം എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണെന്ന് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ ഒരു ഉറച്ച ബോധ്യത്തോടെ നമുക്ക് അവിടുത്തെ തിരുസന്നിധിയിൽ നമ്മളെ പൂർണ്ണമായും സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളെ പൂർണ്ണമായും അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ വേറെ ഒരു ആശ്രയമില്ല. ദൈവമായ കർത്താവേ, അങ്ങ് ഉന്നതനാണ്, അങ്ങ് അതുല്യനാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് കേട്ടതനുസരിച്ച് അവിടെ നിന്നല്ലാതെ വേറെ ദൈവമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നീ എൻ സ്നേഹമാ, നീ എൻ ജീവനാ, നീ എൻ സ്വന്തമാണെന്നേശുവേ. നീ എൻ സ്നേഹമാ, നീ എൻ ജീവനാ, നീ എൻ സ്വന്തമാണെന്നേശുവേ. നീ തന്ന രക്തവും നീ തന്ന മാംസവും നീ തന്ന പ്രാണനും ശ്രേഷ്ഠമേ.
തന്ന രക്തവും നീ തന്ന മാംസവും നീ തന്ന പ്രാണനും ശ്രേഷ്ഠമേ. ഹല്ലേലൂയ 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 യേശുവേ. ഹല്ലേലൂയ 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 നാഥനേ. നിൻ ക്രൂശിലെ ത്യാഗമെൻ ഭാഗ്യമായി മാറി. നീ ഏറ്റ കഷ്ടങ്ങളോ എന്നെ ശ്രേഷ്ഠനാക്കി മാറ്റി. നിൻ ക്രൂശിലെ ത്യാഗമെൻ ഭാഗ്യമായി മാറി. നീ ഏറ്റ കഷ്ടങ്ങളോ എന്നെ ശ്രേഷ്ഠനാക്കി മാറ്റി. നീ ചുമന്ന നിന്ന എന്നെ മാന്യനാക്കി മാറ്റി. ആ നൊമ്പരങ്ങളെന്നിൽ ആനന്ദമായി മാറി. നീ ചുമന്ന നിന്ന എന്നെ മാന്യനാക്കി മാറ്റി. ആ നൊമ്പരങ്ങളെന്നിൽ ആനന്ദമായി മാറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ